ഇവിടെ ഏകദേശം ഒരു 85ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റിൽ മാസ EMI കാര്യങ്ങളൊക്കെ അടക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വണ്ടി ഇറക്കാൻ പറ്റും. ഓൾമോസ്റ്റ് പല വണ്ടികൾക്ക് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ എടുക്കാൻ പറ്റും. ഒരു 50,000 രൂപ മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരു 8 ലക്ഷം രൂപ വരെയുള്ള വണ്ടി സ്റ്റോക്കിലുണ്ട്. നമ്മുടെ ജോലിയോ മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സൺഡേ ഓപ്പൺ ആണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ ആൺപിള്ളേർക്ക് ഉള്ളതാണെങ്കിൽ കണ്ണൂർ പൊടിക്കുന്നുള്ള ട്രൂവാല് വാഹനപ്രേമികൾക്കുള്ളതാണ് അല്ലേ? ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കാണ് ഈ ഒരു ഷോറൂമിൽ നിലവിലുള്ളത്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട്? നല്ല റിസൾട്ട് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി. ഒരുപാട് താങ്ക്സ് ഇവർ പറഞ്ഞിട്ടുണ്ട്. കാരണം വീഡിയോസ് കണ്ടു ഷോറൂമിലേക്ക് ഒരുപാട് ആളുകൾ എത്തി. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. നമ്മൾ ഈ മാസം നവംബർ മാസം സ്റ്റോക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഇയർ എൻഡിംഗ് ആണ്. അതിന്റേതായിട്ടുള്ള ഓഫേഴ്സ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ നിലവിൽ എത്രത്തോളം വണ്ടികളുണ്ട്? ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 85ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങുന്നതിന് പകരം ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. നമുക്ക് വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. വാറന്റി കൊടുക്കാം. 9 വർഷത്തിനുള്ള വണ്ടികൾക്ക് വാറന്റി കൊടുക്കാം. അത് മാരുതി വാറന്റി ഉണ്ട്, അല്ലാതെ പോപ്പുലർ കൊടുക്കുന്ന വാറന്റി ഉണ്ട്. അതെന്തായാലും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് വേറെ നൂലാമാലകളൊന്നും ഇല്ല വാറന്റി ഉള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലേ? പിന്നെ ലോൺ സൗകര്യം ഉണ്ട്. പിന്നെ വാറന്റി പറയുമ്പോൾ അതർ ബ്രാൻഡ് വണ്ടികൾക്കും വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് മാരുതി ട്രൂവാലിയാണ്. മാരുതി വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് അല്ലേ? അപ്പൊ അതിന്റേതായിട്ട് ആ വാഹനങ്ങൾക്കും വാറന്റി കൊടുക്കുന്നുണ്ട്. 2016 ശേഷമുള്ള വണ്ടികൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനങ്ങൾ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. മാക്സിമം ഓൾമോസ്റ്റ് പല വണ്ടികൾക്കും നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ മാസ EMI കാര്യങ്ങളൊക്കെ അടക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വണ്ടി ഇറക്കാൻ പറ്റുമെന്ന്. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം മതി. എല്ലാ കേസും നടക്കില്ല. മോഡൽ കൂടി വണ്ടി പ്രൊഫൈലുള്ള ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് അടുത്തായിട്ട് വരാം. സെൻട്രൽ ജയിലിന്റെ അടുത്ത് മെയിൻ ഹൈവേ തന്നെയാണ്. ബസ്സിൽ വരികയാണെങ്കിൽ പൊടിക്കൊണ്ട് പറഞ്ഞാൽ മതി അല്ലേ? പൊടിക്കൊണ്ട് ഇറങ്ങിയാൽ മതി. മെയിൻ ഹൈവേയിൽ തന്നെയാണ്. വരാനും പോകാനൊക്കെ സൗകര്യം ഉണ്ട്. ഈ മാസം സ്റ്റോക്ക് കാണിച്ചു തരാൻ പോയാണ്. നമ്മൾ ഇയർ എൻഡിംഗ് ആയിട്ട് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. പറയുന്ന ആസ്കിംഗ് പ്രൈസ് ആയിരിക്കും. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആവശ്യക്കാര് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ബാക്കി എല്ലാം ഇവർ ചെയ്തു. സ്വിഫ്റ്റ് പ്രേമികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഏറ്റവും പുതിയ ബേസിലുള്ള മാരുതി എപ്പിക് സ്വിഫ്റ്റ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2024 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 45,000. പെട്രോൾ മാനുവൽ. ഏത് വേരിയന്റ്? VX വേരിയന്റ് ആണ്. VX ആണെങ്കിൽ കൂടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമ്മളിൽ അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്, അലോയ് വീല് എല്ലാം ചെയ്തിട്ടുണ്ട്. മിറർ ക്യാപ്പ് അടക്കം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വാഹനത്തിന് കമ്പനി വാറന്റി ഉണ്ട്. അതിനുശേഷം നമ്മൾ ട്രൂവാലിന്റെ 1 വർഷത്തെ വാറന്റി ഉണ്ട്. അപ്പൊ ടോട്ടല് 2028 വരെ വാറന്റി, 3 ഫ്രീ സർവീസുള്ള വാഹനമാണ്. ഒരു പുതിയ സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുകൊണ്ട് അനുയോജ്യം ഈ വാഹനം തന്നെ. കാരണം പുതിയ വാഹനം എടുത്ത് അഡീഷണൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും അത്യാവശ്യം വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആകും. ഒരു വാഹനപ്രേമി കൊണ്ടു നടന്നിട്ടുള്ള ആശിച്ച് മോഹിച്ച് വാങ്ങിയ വണ്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലേ? ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തായിട്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ ഡീസൽ വാഹനം ഉണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് പല കളറിൽ പല വേരിയന്റിൽ 3 ഡീസൽ വാഹനം സ്റ്റോക്ക് ഉണ്ട്. അതും നമ്മളെല്ലാവരും തിരയുന്ന ഈ ഒരു ജനറേഷൻ വരുന്ന വാഹനം അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത് ബലേനോ? ഇത് 2016 മോഡൽ ബലേനോ ഡെൽറ്റ. മിഡിൽ ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 24,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാനാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മിഡിൽ ഓപ്ഷനിൽ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,80,000 രൂപ. റെഡിന് 5,80,000 ആണ്. ഇനി നമുക്ക് ബ്ലൂയിലേക്ക് പോവാം. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 17 മോഡൽ. ഏതാ വേരിയന്റ്? സീറ്റ വേരിയന്റ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസിംഗ് ആളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇവർ വണ്ടികൾ എടുക്കുക. അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2015 മോഡൽ ബലേനോ ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ്. നല്ല കളറാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 90,000 കിലോമീറ്റർ. ഏതാ മോഡൽ എത്ര എന്ന് പറഞ്ഞാൽ? 15 മോഡൽ. 2015 മോഡൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന 5,90,000 ആണ് ചോദിക്കുന്നത്. മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഏതാ വേരിയന്റ്? VXA പ്ലസ് ഫുൾ ഓപ്ഷൻ. VXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ABS, ഡബിൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന
ഒരു ക്വാളിറ്റി പീസാണ്. കിലോമീറ്റർ ഓടിയുണ്ട് 16,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. സ്ട്രിംഗ് അല്ലേ? ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ചെറിയ വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ വാറന്റി വരുന്നത്? 6 മാസം വാറന്റി, 2 ഫ്രീ സർവീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. പിന്നെ ഈ വാഹനം ഈ ടൈപ്പ് മാത്രമല്ല, നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതൊന്നും കാണിക്കാത്തത്. ഇതിന്റെ കളർ അതായത് ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അത് ഏത് കളർ? ഇപ്പൊ എക്സ്പ്രസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അവസരം, കാരണം അത്രയും സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇത് മാരുതി സുസുക്കിയുടെ സെഡാൻ സെഗ്മെന്റ് ഡിസയർ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് ഡിസയർ 2018 മോഡൽ ZXi പ്ലസ് ഓട്ടോമാറ്റിക്. ടോപ്പ് എൻഡ് മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. പെട്രോളും ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ സർവീസ്. ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ലോഡ് വണ്ടി, ടയർ ഞങ്ങൾ കണ്ടീഷൻ അല്ലേ? എല്ലാ കണ്ടീഷനാണ്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റോ മേജർ കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, ഇതിന് നമ്മള് പോപ്പുലർ കൊടുക്കുന്ന വാറന്റി ഉണ്ടാവും. ഒരു വർഷത്തില് 10,000 കിലോമീറ്റർ പോപ്പുലറിന്റെ വാറന്റി ഉണ്ട്. ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90% ലോണും കിട്ടും. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. വാറന്റി ഉള്ള ലോൺ ഉള്ള ഒരു വാഹനമാണ്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ്. ഇതിന് വരുന്നത് 5,50,000 രൂപ. 5,50,000 മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 50 രൂപയ്ക്ക് വണ്ടി ഇറക്കിക്കോളെ. ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 30,000 രൂപ വണ്ടി ഇറക്കാം എന്നാണ് പറയുന്നത്. ഈ സുസുക്കിയുടെ വാഗനർ അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2021 മോഡൽ. വേരിയന്റ് ZXi ആണ്. ZXi ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 37,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലേ? ഫോർഡർ പവറിന്റെ ABS എയർബാഗ് കാര്യങ്ങളൊക്കെ ZXi വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അഡീഷൻ ആണ്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ്ഡ് ഉണ്ട്. കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. ഗ്ലാസ് മാറിയിട്ടില്ല. മേജർ ആക്സിഡന്റ് അല്ല, ബോണറ്റ് റീപ്ലേസ്ഡ്. അത് കമ്പനി ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,35. അതായത് ചെറിയൊരു എമൗണ്ട് 35,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിന് വാറന്റി എടുക്കാൻ പറ്റുമോ? ഇതിന് മാരുതി 6 മാസം വാറന്റി, 2 ഫ്രീ സർവീസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇതേപോലെ ഈ ഒരു സ്ഥലത്ത് ഒരു റെഡ് കളർ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ സെയിലായി പോയില്ലേ? അതൊക്കെ സെയിലായി പോയി. കാരണം 4 സിലിണ്ടറിൽ ഈ ഒരു കളറിലൊക്കെ സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റി വാഹനം കിട്ടിയ എന്തായാലും ലൊക്കേഷൻ നോക്കില്ല, ആളുകൾ ഓടി വന്ന് എടുക്കും. അപ്പൊ അതുപോലെ ഒരു വാഹനം ഇപ്പൊ നിലവിൽ നവംബറിൽ സ്റ്റോക്ക് ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ. 2021. ഏതാ വേരിയന്റ്? ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 31,000 ഓടിയിട്ടുള്ളൂ. 31,000 ലോ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഉണ്ട്. പെട്രോൾ മാനുവൽ ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 6,25,000 രൂപ. അതിൽ 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. വിത്ത് വാറന്റി. എത്ര വാറന്റി വരുന്നത്? ഇതിന് 6 മാസം വാറന്റി. 6 മാസത്തെ വാറന്റി, 2 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓൾ ഇന്ത്യ മാരുതിയുടെ ഏത് സർവീസ് സെന്ററിലും പോകാം. നമ്മൾ ഇവിടുന്ന് എടുത്തു വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വരണം എന്നില്ല. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഏത് സർവീസ് സെന്റർ ഉള്ളത് അവിടെ നമുക്ക് ചെയ്യാം അല്ലേ? ഇത് മാരുതിയുടെ സെലേറിയോ. ഏത് മോഡൽ വരുന്നത്? 2020 മോഡൽ. വേരിയന്റ്? VXi വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. എത്ര കിലോമീറ്റർ ഓടി? 31,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി വാഹനമല്ല. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഒരു ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ തരുന്ന വാഹനങ്ങൾ ഒന്നാണ് ഈ സെലേറിയോ. അത് ഓട്ടോമാറ്റിക്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,85,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ഒക്കെ ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. ഇതിന് വാറന്റി ഉണ്ടോ? 6 മാസം വാറന്റി, 2 ഫ്രീ സർവീസ്. 0 ഡൗൺ പേയ്മെന്റ്. അതായത് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ്. അതും സ്പെഷ്യൽ എഡിഷൻ വാഹനല്ലേ? മാരുതിയുടെ ബലേനോ RS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. RS സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. 1000 cc അല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും ടർബോ എഞ്ചിൻ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. ഓണർ? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 98,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ഈ RS ടർബോ വേരിയന്റ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ അല്ലേ? എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ബട്ടൺ, അലോയ് എല്ലാം ഉള്ള വാഹനമാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. അങ്ങനെ ഒന്നും കിട്ടാറില്ല നമുക്ക്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 4,75,000 ആണ് ചോദിക്കുന്നത്. സ്വിഫ്റ്റ് എടുക്കുന്ന റേറ്റിന് നമുക്ക് ഒരു വിലയിന് ടർബോ വേരിയന്റ് അല്ലേ? അതായത് ഫുൾ ലോൺ, നല്ല സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ ഫുൾ ലോൺ ചെയ്തു തരാന്നാണ് പറയണത്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വാറന്റി എടുക്കാൻ പറ്റും. 1 വർഷത്തെ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. എല്ലാം കൊണ്ടും ഒത്തൊരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. അതും ഓട്ടോമാറ്റിക് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. ഓണർഷിപ്പ്? സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. എല്ലാത്തിനും അത്യാവശ്യം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടികൾക്ക് അല്ലേ? പേപ്പേഴ്സ് എല്ലാം എപ്പോഴും ക്ലിയർ ആയിരിക്കും. ഡുവൽ ടോൺ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഏത് വേരിയന്റ് ഏതാണ്?
ZXi. ZXi അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുഷ് ബട്ടണും അലോയ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ മാത്രമല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ബാക്കി വരുന്ന ഒരു വാഹനം തന്നെയാണ്. തൊട്ട് താഴെ നിൽക്കുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,20,000 രൂപ. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലാതിന്റെ പേരിൽ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര വാറന്റി വരും? ഒരു വർഷത്തില് 15,000 കിലോമീറ്റർ. 3 ഫ്രീ സർവീസും. ഒരു വർഷത്തെ വാറന്റി 3 ഫ്രീ സർവീസോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കുന്നുണ്ട്? ഒരു 50,000 രൂപ കൊടുത്താൽ വണ്ടി ഇറക്കും. 50,000 രൂപയ്ക്ക് വണ്ടി ഇറക്കും. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇതിപ്പോ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ 3 സിലിണ്ടർ വണ്ടിയാണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന, അതായത് സ്വിഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അറിയാലോ, അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണ് സ്വിഫ്റ്റ് നോക്കുന്നത്. അവർക്ക് പറ്റിയ 4 സിലിണ്ടർ വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് മാരുതി ഓൾട്ടോ കേട്ടൻ അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ VXi ഓട്ടോമാറ്റിക്. VXi ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ? 70,000 കിലോമീറ്റർ. 70,000 ജെനുവിൻ കിലോമീറ്റർ അല്ലേ? സ്ട്രിംഗ് ആളൊക്കെ ഉണ്ട്. ഇത് VXi ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ABS, എയർ ബാഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ പുതിയ ടയറും ബാക്കിലത്തെ കണ്ടീഷൻ ടയർസ് ആണുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് 3,60,000. 3,60,000 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 30 രൂപ കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും? ഇതിന് പോപ്പുലർ കൊടുക്കുന്ന 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടോ കേട്ടനാണ്. ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ വരികയാണെങ്കിൽ അതിൽ ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, 4 സിലിണ്ടർ ഉണ്ട്, 3 സിലിണ്ടർ ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു സ്വിഫ്റ്റ് വേണമെങ്കിൽ നിങ്ങളോട് പോരാ എല്ലാ തരം സ്വിഫ്റ്റുകളും നിലവിൽ അവൈലബിൾ ആണല്ലേ? ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ. ഏത് വേരിയന്റ്? VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 13,000 ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസിംഗ് ആക്കാൻ VXi അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം തന്നെയാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ വാറന്റി ഉണ്ടാവും. എത്ര? 6 മാസത്തെ വാറന്റി, 2 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,10,000. 6,10,000 ചോദിക്കുന്നത്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. സുസുക്കിയുടെ ബിഗ് വാഗണർ നല്ലൊരു ക്വാളിറ്റി പീസ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വിത്ത് ഫാൻസി നമ്പർ. ഇത് ഏതാ മോഡൽ വരുന്നത്? 2024 മോഡൽ. 24. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 32,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഏത് വേരിയന്റ് ഏതാ? ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫോർഡർ, പവർ വിൻഡോ, ABS, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിത്ത് അലോയ് വീൽ, കണ്ടീഷൻ ടയേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് നമുക്ക് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര? ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. പിന്നെ ഇതിന്റെ വാറന്റി ഉണ്ടാവും. പിന്നെ 3 കമ്പനി വാറന്റി ഉണ്ടാവും. അതിനുശേഷം ഇവർ നൽകുന്ന ട്രൂ വാല്യൂ വാറന്റി ഒരു വർഷം ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6,25,000. നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുമോ? 25,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ കമ്പനിയുടെ അൾട്രോസിലെ ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ. 21. ഏത് വേരിയന്റ്? XE ആണ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 60,000 കിലോമീറ്റർ. പെട്രോൾ, മാനുവൽ, സ്ട്രിംഗ് ആളൊക്കെ അവൈലബിൾ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. നമുക്ക് അതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ വാറന്റി? പോപ്പുലർ ആയിരുന്ന ഒരു വർഷത്തെ പോപ്പുലർ വാറന്റി അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും ഞങ്ങളൊക്കെ ഫ്രണ്ടിലത്തെ പുതിയതാണ്, ബാക്കിലത്തെ കണ്ടീഷൻ ടയർസ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,90,000 രൂപ. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 4.5 ലക്ഷം വരെ ലോൺ കിട്ടും. 4 ലക്ഷം വരെ. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടു. ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാനുവൽ. ഏത് മോഡൽ? 2021 മോഡൽ VXi വേരിയന്റ് ആണ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 70 ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ. ഇതൊക്കെ സ്ട്രിംഗ് ആളൊക്കെ ഉള്ള വണ്ടിയല്ലേ? എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെറിയ സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വാഹനത്തിന്റെ വില ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഷോറൂമിലേക്ക് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിന്റേതായ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. ഇതിന് മാരുതി 6 മാസം വാറന്റി, 2 ഫ്രീ സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് മാരുതി സുസുക്കിയുടെ സെലേറിയോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ ZXi വണ്ടി. ZXi. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 56,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ, മാനുവൽ, കമ്പനി സർവീസിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം ഉണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അലോയ് വീൽ അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,80,000 രൂപ. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 30,000 രൂപ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല, കണ്ടീഷൻ അല്ലേ? പിന്നെ അതുപോലെ തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ലാത്ത പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. മാരുതി 6 മാസം വാറന്റി, 2 ഫ്രീ സർവീസ് ഉണ്ട്. മാരുതി ഏത് സർവീസ് സെന്ററിൽ ഇന്ത്യയിൽ നമുക്ക് പോവുകയും ചെയ്യാം. മാരുതി സുസുക്കിയുടെ സെലേറിയോ ഏതാ മോഡൽ വരുന്നത്?
2018 മോഡൽ 18 വേരിയന്റ് ZXi ആണ്. ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഇതിന് വാറന്റി എടുക്കാൻ പറ്റും. വാറന്റി എടുക്കും. പോപ്പുലർ ആയിരുന്നു 1 വർഷത്തെ വാറന്റി ഉണ്ട്. 1 വർഷത്തെ വാറന്റി ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഉണ്ടോ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെക്ക് പോയിന്റ് പാസ് ആയാലാണ് വാറന്റി കൊടുക്കുക. അത് പാസ് ആയിട്ടുണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,75,000 ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്ത് തരും. ഫുൾ ലോൺ. 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടികൾ ചോദിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. മാരുതി ട്രൂ വാല്യൂ ഷോറൂം ആണ് എന്ന് കരുതി മാരുതി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണല്ലേ? ഇത് ഹ്യുണ്ടായുടെ എലൈറ്റ് i20. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. 2018 വേരിയന്റ് മാഗ്ന വേരിയന്റ്. ഓണർഷിപ്പോ സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 34,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാം ഉള്ളതാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം നമുക്ക് ലോണും ചെയ്യും. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. എത്ര? 1 വർഷത്തെ പോപ്പുലർ വാറന്റി അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ. ഒരു ലോ കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ നവംബർ മാസം സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ വണ്ടി. 2020 വേരിയന്റ് ഏതാ? VXi വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 17,000 മാത്രം ഓടി. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. തിരിക്കാൻ മറിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊന്നും ഹിസ്റ്ററി അവൈലബിൾ ആണ്. മാരുതിന്റെ വാറന്റി ഉണ്ട്. മാരുതിയുടെ വാറന്റി ഉണ്ട്. എത്ര വരുന്നത്? 6 മാസത്തെ വാറന്റി അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ. പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ട്. 2 ഫ്രീ സർവീസ്. 6 മാസത്തെ വാറന്റി, 2 ഫ്രീ സർവീസ് ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചോദിക്കുന്നില്ല. അതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ഇത് കൊടുക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,70,000. 3,70,000. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? 20,000 രൂപ കൊടുത്താൽ 20,000. മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഗനർ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഈ വാഗനർ ഏതാ മോഡൽ? ഇത് 2014 മോഡൽ VXi വണ്ടിയാണ്. VXi. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXi ആണ്. 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെന്ററിലൊക്കെ ബാക്ക് വൈപ്പറും കാണൊക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,50,000. 2,50,000 രൂപ. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, നമ്മുടെ അടുത്ത് വാഗനർ ഇഷ്ടമല്ല. ഈ മാസം ഏകദേശം ഒരു ഇപ്പൊ ഈ ഷോറൂമിൽ തന്നെ 25ഓളം വണ്ടി സ്റ്റോക്ക്. 25ഓളം വാഗനർ മാത്രം. അതിൽ ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ പുതിയ മോഡല്, പഴയ മോഡല്, മാനുവല് എല്ലാം വരുന്നുണ്ട് അല്ലേ? 2011 മുതൽ 2024 വരെയുള്ള വണ്ടികളുണ്ട്. അതിൽ ഏകദേശം 2 ലക്ഷം മുതൽ ഒരു 6,20 വരെ വണ്ടി നമ്മൾ അതിൽ സാധാരണ ഒരു ഷോറൂമിൽ പോലും 25 വണ്ടി ഉണ്ടാവില്ല. ഇവിടെ വാഗനർ മാത്രം 25 വണ്ടി ഉണ്ട്. അപ്പൊ അത്രയും സെലക്ഷൻ ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അത് പോരാത്തതിന് ഇപ്പൊ നിലവിൽ നമ്മൾ കാണിച്ച വാഹനങ്ങൾ മാത്രമല്ല ഉള്ളത് അല്ലേ? കുറെ വണ്ടികളുണ്ട്. അതില് പിന്നെ ഈക്കോ ഉണ്ട്, ഒമിനി ഉണ്ട്, പിന്നെ 7 സീറ്റ് എർട്ടിക ഉണ്ട്. എർട്ടിക 2 വണ്ടി നമ്മളെ സ്റ്റോക്കിലുണ്ട്. ഇതൊക്കെ ഇവിടെ വണ്ടി നമ്മളെ യാർഡിലാണുള്ളത്. വണ്ടി വന്നതേ ഉള്ളൂ. ഇതൊക്കെ സർവീസ് ചെയ്തിട്ട് വണ്ടി ഇങ്ങോട്ടേക്ക് വരുവായി. എടുത്ത വണ്ടി അങ്ങനെ എടുത്ത് വെക്കില്ല. അതിന്റേതായിട്ടുള്ള അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ കൊടുക്കും. എല്ലാം ചെയ്തിട്ടാണ് വണ്ടി ഉള്ള വണ്ടി ഇല്ലാത്ത വണ്ടി ആണെങ്കിലും അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുക. സാധാരണ പോലെ വണ്ടി കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുക്കുക, വില കൂട്ടുക, മറിച്ചടിക്കുക പരിപാടിയല്ല. അത്യാവശ്യം എല്ലാ വർക്കുകളും ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിലേക്ക് ഇവർ ഡെലിവറി കൊടുക്കുള്ളൂ അല്ലെ? അപ്പൊ അത്രയും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഷോറൂമാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിനെ സമീപിക്കാം. നമ്മുടെ ഇപ്പൊ ഏകദേശം ഒരു 50,000 രൂപ മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരു 8 ലക്ഷം രൂപ വരെയുള്ള വണ്ടി സ്റ്റോക്കിലുണ്ട്. വണ്ടി ഓടിച്ച് പഠിക്കാൻ ഒരു ചെറിയ വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് പോലും വരാൻ പറ്റുന്ന ഷോറൂമാണ്. നമ്മുടെ ജോലിയോ മറ്റുള്ള കാര്യങ്ങളോ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവർ വരിക. അല്ലാത്തവർ ലോങ് എന്നൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ട വാഹനം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ലേ?